കോടതി നിരീക്ഷിച്ച് പറഞ്ഞത്. അതിന്റെ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഫൈൻഡിംഗിൽ എത്തിയെന്നുള്ളത് ഓർഡർ വായിച്ചു നോക്കിയാലേ അറിയുള്ളൂ. എനിക്ക് ഇപ്പോൾ ഓർഡറിന്റെ കോപ്പി കിട്ടിയാലേ വായിച്ചു നോക്കിയാലേ പറയാം. കോടതി മാറ്റി വെച്ചിട്ടുണ്ടോ വിധി പറഞ്ഞു? അതെ. അപ്പൊ അതിന്റെ അപ്പീലോ അങ്ങനെ എന്തെങ്കിലും ഇല്ല അതൊന്നും ആവശ്യമില്ല. പ്രോസിക്യൂഷന് ഇല്ല. ഇതിന്റെ ഇനി അടുത്ത പ്രതികൾക്കാണ് ഇതിന് മുകളിൽ അപ്പീൽ പോകേണ്ടത്. പ്രതികൾക്ക് മേൽക്കോടതിയിൽ നിന്ന് 1 മാസത്തേക്ക് അവർ ഇന്ന് കൊടുത്ത ശിക്ഷയിൽ 1 മാസത്തെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. 1 മാസത്തിനുള്ളിൽ അവർ സ്റ്റേ മേടിച്ച് കോടതിയെ അറിയിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ അവർ റിമാൻഡ് ജയിലിലേക്ക് പോകും. ഈ 409 ഒഴിച്ച് ബാക്കി എല്ലാ കുറ്റങ്ങളും 2 പ്രതികൾക്കും ശിക്ഷയുണ്ട്. ഒരേ ശിക്ഷ തന്നെയാണ്. അതെ ഒരേ ശിക്ഷയാണ്. 409-ന് 1-ാം പ്രതിക്ക് മാത്രമേ ശിക്ഷയുള്ളൂ. ബാക്കി 2 പ്രതികൾക്കും എല്ലാ കുറ്റങ്ങളും ബാധകമാണ്. അതെ ബാധകമാണ്. നിങ്ങൾ ഉദ്ദേശിച്ച പ്രധാനപ്പെട്ട കാര്യം ജീവപര്യന്തം വരെ ശിക്ഷ കിട്ടാവുന്ന ഒന്നായിരുന്നു 409. അതുകൊണ്ട് അത് മേൽക്കോടതിക്ക് റെഫർ ചെയ്യണമെന്നായിരുന്നു നിങ്ങളുടെ ആവശ്യം. ആ ആവശ്യം കോടതി നിലവിൽ പരിഗണിച്ചിട്ടില്ല. അത് എന്തുകൊണ്ട് കോടതി പരിഗണിച്ചില്ല എന്നുള്ളത് എനിക്ക് കയ്യിൽ ഓർഡർ കിട്ടിയതേ ഉള്ളൂ. ഓർഡർ വായിച്ചു നോക്കിയാലേ അത് എന്തുകൊണ്ടാണ് പരിഗണിക്കാതെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. എന്റെ കയ്യിൽ ഇപ്പം കോപ്പി കിട്ടിയതേ ഉള്ളൂ. അത് വായിച്ചു നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ 409 ഒരാൾക്ക് മാത്രമാണ്, 1-ാം പ്രതിക്ക് മാത്രമാണ് ബാധകമാക്കിയിരിക്കുന്നത്. അതിന്റെ കാര്യത്തിലും മേൽക്കോടതിയെ സമീപിക്കും. അതെ അത് എന്താണ് അങ്ങനെയാണെന്നുള്ളത് വായിച്ചു നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ. അതെ 84 പേജുള്ള ഒരു ജഡ്ജ്മെന്റാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതെന്തായിരുന്നാലും വിശദമായിട്ട് വായിച്ചു നോക്കിയാലേ എന്തുകൊണ്ടാണ് നമ്മൾ ഇന്ന് കൊടുത്ത അപേക്ഷ പരിഗണിക്കാത്തത് എന്നുള്ളത് വായിച്ചു നോക്കിയിട്ട്. ഇപ്പൊ 2 പ്രതികൾക്കും 3 വർഷം താഴെ ശിക്ഷ ഉള്ളതുകൊണ്ട് അവർക്ക് ഇന്ന് തന്നെ ജാമ്യത്തിൽ അവർക്ക് ജാമ്യം അനുവദിച്ചിട്ടുണ്ട് കോടതി. അത് 1 മാസത്തേക്ക് അവർക്ക് ബെയിലിൽ അനുവദിച്ചിട്ടുണ്ട്. 1 മാസത്തിനുള്ളിൽ മേൽക്കോടതി അവർ സമീപിച്ച് അതിന്റെ സെന്റൻസ് സസ്പെൻഡ് ചെയ്ത് കിട്ടുകയാണെങ്കിൽ ഇവിടെ കോടതി അറിയിക്കേണ്ടതാണ്. 3 കൊല്ലം. അത് അപ്പീൽ പോകാൻ 1 മാസം സമയം അവർ അനുവദിച്ചിട്ടുണ്ട്. മറ്റു ജാമ്യ വ്യവസ്ഥകൾ എന്തെങ്കിലും ഇല്ല അത് ഞാൻ അല്ല സെക്ഷനുകൾ ഇപ്പോൾ ഇതിൽ 120B-ക്ക് 6 മാസം. അത് ചീറ്റിംഗ് ആണ്. അതിന് 6 മാസം. പിന്നെ 201-ന് 2 പ്രതികൾക്ക് 3 കൊല്ലവും 10,000 രൂപയും. 193-ക്ക് 3 years. 465-ന് 2 കൊല്ലം. പിന്നെ 409-ന് ജോസിന് 20 ക്ലർക്കിന് മാത്രം 1 കൊല്ലവും 5,000 രൂപയും ആണ് ഇപ്പം കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. അതെ അത് തെളിവ് നശിപ്പിക്കും. ഷിയാസ്, ഇപ്പോൾ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ പ്രോസിക്യൂട്ടർ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, ഈ പ്രതികൾക്ക് ജിന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഇതിൽ 2 വകുപ്പുകളിലായി 3 വർഷത്തെ ശിക്ഷ വീതമാണുള്ളത്. അതിൽ 1 വർഷം 409 ഉണ്ട്. ക്രിമിനൽ ഗൂഢാലോചനയാണ്, ക്രിമിനൽ വിശ്വാസവഞ്ചനയാണ്. അതിൽ 1-ാം പ്രതിയായിട്ടുള്ള ജോസിന് മാത്രമാണുള്ളത്. അതിൽ 2-ാം പ്രതിയായിട്ടുള്ള ആന്റണി രാജുവിന് ആ കേസിൽ ആ വകുപ്പ് പ്രകാരം ശിക്ഷയില്ല. പക്ഷെ മറ്റൊരു വകുപ്പ് പ്രകാരം 3 വർഷത്തെ ശിക്ഷ കോടതി വിധിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും ആ വകുപ്പിൽ അനുവദിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നൽകിയിരിക്കുന്ന 3 വർഷത്തെ ശിക്ഷ എന്ന് പറയുന്നത് ആന്റണി രാജുവിനെ സംബന്ധിച്ചിടത്തോളം അത് നിലനിൽക്കുകയും ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഒരു വകുപ്പിൽ 3 വർഷത്തെ ശിക്ഷ ഇല്ല എങ്കിൽ പോലും മറ്റൊരു വകുപ്പിൽ 3 വർഷത്തെ ശിക്ഷ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം സ്വാഭാവികമായും MLA എന്ന സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നേരത്തെ 2 വകുപ്പുകൾ പ്രകാരമാണ് 3 വർഷത്തെ ശിക്ഷ എന്നാണ് വ്യക്തമാക്കിയിരുന്നത്. പക്ഷേ അത് ഒരാൾക്ക് മാത്രമാണ്, 1-ാം പ്രതിയായിട്ടുള്ള ജോസിന് മാത്രമാണ് IPC 409 ഉള്ള വകുപ്പ് പ്രകാരം ശിക്ഷയുള്ളത്. പക്ഷേ മറ്റു വകുപ്പിൽ നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ MLA സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ 2 പ്രതികൾക്കും കോടതി ഇപ്പോൾ ജാമ്യം അനുവദിച്ചിട്ടായും പ്രോസിക്യൂട്ടർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ശിക്ഷ സ്റ്റേ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മേൽക്കോടതിയെ സമീപിക്കാം. അവർക്ക് അതിന് 1 മാസത്തിനുള്ളിൽ സമീപിക്കാനുള്ള ഒരു കാര്യമാണ് നൽകുകയും ചെയ്തിരിക്കുന്നത്. ഇനി ഈ MLA സ്ഥാനത്തേക്ക് ആന്റണി രാജുവിന് തിരികെ എത്തണമെന്നുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ശിക്ഷ സ്റ്റേ ചെയ്യാൻ വേണ്ടി മേൽക്കോടതിയെ സമീപിക്കുക എന്നുള്ളതാണ്. അങ്ങനെ മേൽക്കോടതിയെ സമീപിക്കുന്ന സാഹചര്യത്തിൽ കോടതി ആ ശിക്ഷ സ്റ്റേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും MLA സ്ഥാനത്തേക്ക് അദ്ദേഹത്തിന് മടങ്ങിയെത്തുകയും ചെയ്യാം. നമ്മൾ നേരത്തെ രാഹുൽ ഗാന്ധിയുടെ ഒക്കെ കേസിൽ നമ്മൾ കണ്ടതാണ്. ഈ മോഡി വിഭാഗത്തെ അധിക്ഷേപിച്ചു എന്ന കേസിലാണ് സൂററ്റ് കോടതി രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കപ്പെടുന്നത്. അതിനുശേഷം രാഹുൽ ഗാന്ധി സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു. സുപ്രീം കോടതിയിൽ നിന്ന് ഈ ശിക്ഷ സ്റ്റേ ചെയ്ത സാഹചര്യത്തിലാണ് MP സ്ഥാനത്തേക്ക് തിരികെ എത്തുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതേ സമാനമായൊരു സാഹചര്യം തന്നെയാണ് ആന്റണി രാജുവിൻ്റെ കാര്യത്തിലുമുള്ളത്. നേരത്തെയൊക്കെ ഇത്തരത്തിൽ ജനപ്രതിനിധികൾ ശിക്ഷിക്കപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അപ്പീൽ പോയി അതിൽ തീരുമാനമാവുന്നവരെ MLA ആയി തുടരുന്നതിനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വിധി സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് വരുന്നത്.